നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ. ചർമ്മത്തിന് മുറുക്കവും ഇലാസ്റ്റിസിറ്റിയും നൽകുക, എല്ലുകൾക്കും സന്ധികൾക്കും കരുത്ത് നൽകുക, രക്തക്കോലുകൾ, ടെൻഡനുകൾ, ലിഗമെന്റുകൾ എന്നിവയുടെ ഘടന നിലനിർത്തുക. ഇതെല്ലാം കൊളാജന്റെ പ്രധാന ജോലികളാണ്. പ്രത്യേകിച്ച് ചർമ്മത്തിന്റെ യുവത്വവും മുറുക്കവും നിലനിർത്തുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് 60 വയസ്സിലും 70 വയസ്സിലും പുതിയ കൊളാജൻ ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ടും പ്രായം കൂടുമ്പോൾ ചർമ്മം അയഞ്ഞ് ചുളിഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രം ഇതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. ചർമ്മം ചുളിയുന്നത് വയസ്സുകൊണ്ട് മാത്രമല്ല, ഒരാൾ വർഷങ്ങളായി അനുഭവിക്കുന്ന സ്ട്രെസ്, ഉറക്കക്കുറവ്, ആവേശത്തിന് ലഭിക്കാത്ത പോഷകങ്ങൾ, ഇവയൊക്കെ ചർമ്മത്തിലെ കൊളാജൻ ഫാക്ടറിയെ പതുക്കെ അടച്ചുപൂട്ടുന്നു. നിങ്ങളുടെ ചർമ്മം ഇപ്പോൾ ചുളിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രായമായത് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ ആ ഫാക്ടറിക്ക് ആവശ്യമായ ഇന്ധനം കിട്ടാത്തത് കൊണ്ടാണ്. ആ ഫാക്ടറി ഇന്നും ആക്റ്റീവാണ്, ഇന്നും പ്രവർത്തിക്കാൻ പൂർണ്ണ കഴിവുണ്ട്. ശരിയായ പോഷകങ്ങൾ കൊടുത്താൽ അത് വീണ്ടും ഉണരും. ഉണർന്നാൽ എന്ത് സംഭവിക്കും? 8 മുതൽ 16 ആഴ്ചകൾക്കുള്ളിൽ ചർമ്മം ഉള്ളിൽ നിന്ന് സ്വയം റീബിൽഡ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫാക്ടറി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മളിൽ പലരും അതിലേക്ക് ഒരിക്കലും എത്താത്ത ക്രീമുകൾക്ക് പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ക്രീമുകൾ ചർമ്മത്തിന്റെ ഏറ്റവും പുറംപാളിയായ സ്ട്രാറ്റം കോർണിയം എന്ന സുരക്ഷാ കവചത്തിൽ മുട്ടി നിൽക്കും. ഉള്ളിലേക്ക് കടക്കില്ല. ശരിക്കുള്ള കൊളാജൻ നിർമ്മാണം നടക്കുന്ന ഡെർമിസ് വരെ ഒരിക്കലും എത്തില്ല. പണം പോകും, ഫാക്ടറി ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ആ ഫാക്ടറിയെ ഉണർത്തുന്ന 5 കാര്യങ്ങളാണ്. ഇവയില്ലാതെ ഏത് ക്രീം പുരട്ടിയാലും ഏത് സപ്ലിമെന്റ് കഴിച്ചാലും ആ ഫാക്ടറി ഉണരില്ല. എന്നാൽ ഇവ ഉണ്ടെങ്കിൽ ശരീരം സ്വയം ചർമ്മം പുനർനിർമ്മിക്കും ഉള്ളിൽ നിന്ന്. പക്ഷേ ആ 5 കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫാക്ടറി എവിടെയാണ്, ആ ഫാക്ടറിയിൽ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചർമ്മത്തിന്റെ ഉപരിതല പാളിയായ എപ്പിഡെർമിസിന് താഴെ ഡെർമിസ് എന്നൊരു പാളിയുണ്ട്. അവിടെയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ താമസിക്കുന്നത്, ഫൈബ്രോബ്ലാസ്റ്റുകൾ. ഇവയെ ചർമ്മത്തിന്റെ നിർമ്മാണ തൊഴിലാളികൾ എന്ന് വിളിക്കാം. നിങ്ങൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഈ കോശങ്ങൾ നിശബ്ദമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർമ്മത്തിനാവശ്യമായ കൊളാജൻ നിർമ്മിക്കുന്നത് ഇവരാണ്. ഒരു വലിയ ടെക്സ്റ്റൈൽ ഫാക്ടറി സങ്കല്പിക്കാം. അവിടെ വിദഗ്ധരായ നെയ്ത്തുകാർ രാവും പകലും ശക്തമായ തുണി നെയ്യുകയാണ്. ഫൈബ്രോബ്ലാസ്റ്റുകൾ അതുപോലെയാണ്. അവർ നമ്മുടെ ശരീരത്തിനുള്ളിൽ കൊളാജൻ നെയ്യുകയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരെ ഒരു ഫാക്ടറിയിൽ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അവർക്ക് നൂൽ വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. അവ ലഭിച്ചില്ലെങ്കിൽ ഉൽപാദനം നടക്കില്ല. കൊളാജൻ നിർമ്മാണവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ അടിസ്ഥാന ശിലയിലേക്ക് എത്തുന്നത്, അമിനോ ആസിഡുകൾ. കൊളാജൻ എന്നത് ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത് അമിനോ ആസിഡുകളിൽ നിന്നാണ്. പക്ഷേ കൊളാജന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ മറ്റു പല പ്രോട്ടീനുകളെ പോലെയല്ല അതിന്റെ ഘടന. കൊളാജന് വളരെ സവിശേഷമായ ഒരു രൂപമുണ്ട്. ശാസ്ത്രീയമായി അതിനെ ട്രിപ്പിൾ ഹെലിക്സ് എന്നാണ് വിളിക്കുന്നത്. 3 നാരുകൾ പരസ്പരം ഇറുകിപ്പിണഞ്ഞിരിക്കുന്ന ഒരു കട്ടിയുള്ള കയറിനെ സങ്കല്പിക്കൂ. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു കയറാണ്. പക്ഷേ അടുത്തു വന്ന് നോക്കുമ്പോൾ 3 പ്രത്യേക നാരുകൾ ചേർന്നാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊളാജനും അതുപോലെയാണ്. ഈ ഘടനയ്ക്ക് അസാധാരണമായ ശക്തി നൽകുന്നത് അതിന്റെ അമിനോ ആസിഡ് ക്രമീകരണമാണ്, പ്രത്യേകിച്ച് ഗ്ലൈസിൻ എന്ന അമിനോ ആസിഡ്. കൊളാജൻ ചങ്ങലയിലെ ഓരോ 3ാമത്തെ സ്ഥാനത്തും ഗ്ലൈസിൻ വരുന്നു. ഇതിന് പ്രത്യേക കാരണമുണ്ട്. ഗ്ലൈസിൻ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ അമിനോ ആസിഡാണ്. 3 നാരുകളും പരസ്പരം വളരെ ഇറുകിപ്പിണയാൻ ഈ ചെറിയ വലിപ്പം ആവശ്യമാണ്. അല്ലെങ്കിൽ ഘടനയ്ക്ക് അത്രയും ശക്തി ലഭിക്കില്ല. ഇതിനൊപ്പം പ്രൊലൈൻ, ഹൈഡ്രോക്സി പ്രൊലൈൻ എന്നീ അമിനോ ആസിഡുകളും ഉണ്ട്. ഇവയാണ് ഈ ഘടനയ്ക്ക് ദൃഢതയും സ്ഥിരതയും നൽകുന്നത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ശരീരത്തിന് കൊളാജൻ നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഈ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കണം. നമ്മൾ കേട്ടിട്ടുള്ളത് എല്ല് സൂപ്പിലോ മൃഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങളിലോ കൊളാജൻ ധാരാളമുണ്ട് എന്നതാണ്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന കൊളാജനെ ശരീരം നേരിട്ട് ചർമ്മത്തിലേക്ക് അയക്കുന്നില്ല. അതിനെ ആദ്യം ദഹന പ്രക്രിയയിലൂടെ ചെറുതായി വിഘടിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകളായി മാറ്റുന്നു. ഇവയായാണ് അത് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതിനാൽ ശരീരത്തിന് യഥാർത്ഥത്തിൽ വേണ്ടത് കൊളാജൻ എന്ന പദാർത്ഥമല്ല, ഈ അമിനോ ആസിഡുകളാണ്. അത് പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ധാരാളമായി ലഭ്യമാണ്. സോയാബീൻ, മറ്റു പയർവർഗ്ഗങ്ങൾ,
സ്പിനാച്ച് പോലെയുള്ള ഇലക്കറികൾ എന്നിവയിൽ നിന്ന് ശരീരത്തിന് ഈ ഗ്ലൈസിനും പ്രോലിനും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയും. സോയാബീൻ വാങ്ങുമ്പോൾ ഹൈബ്രിഡൈസ് ചെയ്തതോ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തതോ അല്ലാത്തതാണെന്ന് ഉറപ്പിക്കണം. കൊളാജൻ ലഭിക്കാൻ മാംസാഹാരം തന്നെ വേണമെന്നില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ മികച്ചത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കാരണം ചില പഴങ്ങളിലും പച്ചക്കറികളിലും സ്വാഭാവികമായുള്ള എൻസൈമുകൾ ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ കൂടുതൽ എളുപ്പത്തിൽ ദഹിപ്പിച്ച് അമിനോ ആസിഡുകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. കൊളാജൻ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം വ്യക്തമായി. അസംസ്കൃത വസ്തുവായ അമിനോ ആസിഡുകൾ ഫാക്ടറിയിലെത്തി. തൊഴിലാളികളായ ഫൈബ്രോബ്ലാസ്റ്റുകൾ അവിടെയുണ്ട്. എന്നാൽ ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി വേണം. നമ്മുടെ കൊളാജൻ ഫാക്ടറിയിലെ ആ വൈദ്യുതിയാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്നാൽ ആദ്യം ഓർമ്മ വരുന്നത് രോഗപ്രതിരോധ ശേഷിയാണ്. ചുമ വന്നാൽ നാരങ്ങ വെള്ളം കുടിക്കണം, ഓറഞ്ച് കഴിക്കണം, അത്രയൊക്കെയാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്. പക്ഷേ കൊളാജൻ നിർമ്മാണത്തിന്റെ ലോകത്ത് വൈറ്റമിൻ സിയുടെ പങ്ക് അതിനേക്കാൾ വളരെ വലുതാണ്. കൊളാജൻ നാരുകൾ നിർമ്മിക്കപ്പെടുന്ന സമയത്ത് 2 പ്രധാന എൻസൈമുകൾ പ്രവർത്തിക്കുന്നു: പ്രോലൈൽ ഹൈഡ്രോക്സലൈസ്, ലൈസൈൽ ഹൈഡ്രോക്സലൈസ്. പേരുകൾ സങ്കീർണമാണെങ്കിലും ഇവയുടെ ജോലി വളരെ ലളിതമാണ്: നിർമ്മിക്കപ്പെട്ട കൊളാജൻ ഘടനയെ ശക്തവും സ്ഥിരതയുള്ളതുമാക്കി മാറ്റുക. ഈ എൻസൈമുകൾ ശരിയായി പ്രവർത്തിക്കാൻ വൈറ്റമിൻ സി നിർബന്ധമായും ആവശ്യമാണ്. വൈറ്റമിൻ സി ഇല്ലെങ്കിൽ കൊളാജൻ നിർമ്മാണം പൂർണ്ണമായി നിൽക്കില്ല. പക്ഷേ നിർമ്മിക്കപ്പെടുന്ന കൊളാജന്റെ ഗുണനിലവാരം വളരെ മോശമാകും. ഒരു കയർ നെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അത് ഉറപ്പിച്ച് മുറുക്കിയിട്ടില്ലാത്ത അവസ്ഥ പോലെയാകും. അതായത് വൈറ്റമിൻ സി ഇല്ലാതെ വന്നാൽ ആ എൻസൈമുകൾ നിർജീവമാകുകയും കൊളാജൻ ഘടനയിലെ ആ 3 നാരുകളും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് വൈറ്റമിൻ സി കുറയുമ്പോൾ ശരീരത്തിലെ വിവിധ ബന്ധകോശങ്ങൾ, അതായത് കണക്റ്റീവ് ടിഷ്യൂസ്, ദുർബലമാകാൻ തുടങ്ങുന്നത്. ഇതിന് ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഉദാഹരണമുണ്ട്: സ്കർവി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാസങ്ങളോളം കടലിൽ യാത്ര ചെയ്തിരുന്ന നാവികർക്ക് പഴങ്ങളും പച്ചക്കറികളും ലഭിക്കാറില്ലായിരുന്നു. അവരുടെ ശരീരത്തിൽ ക്രമേണ വൈറ്റമിൻ സി തീർന്നുപോയി. പിന്നീട് ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പല്ലുകൾ ഇളകാൻ തുടങ്ങി, മോണകളിൽ നിന്നും രക്തം വരാൻ തുടങ്ങി, മുറിവുകൾ ഉണങ്ങാതെയായി, ചർമ്മം ദുർബലമായി. കാരണം അവരുടെ ശരീരത്തിന് പുതിയതും ശക്തവുമായ കൊളാജൻ നിർമ്മിക്കാൻ കഴിയാതെ വന്നു. ഇത് നമ്മെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നു: വൈറ്റമിൻ സി വെറുമൊരു ആന്റി ഓക്സിഡന്റ് മാത്രമല്ല, കൊളാജൻ നിർമ്മാണ പ്രക്രിയയുടെ കേന്ദ്രഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ സി ഫൈബ്രോബ്ലാസ്റ്റുകളുടെ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നുവെന്നാണ്. പഴങ്ങളും പച്ചക്കറികളും വെറും വൈറ്റമിൻ സി മാത്രം നൽകുന്നില്ല. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ ഫ്ലേവനോയിഡുകൾ, പോളിഫിനോളുകൾ, മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും നൽകുന്നു. ഇവ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും കൊളാജനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി ഈ വൈറ്റമിൻ സി ലഭിക്കാനായി വൈറ്റമിൻ സി ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമായ ഫലം ലഭിക്കുന്നില്ല. സാധാരണ വൈറ്റമിൻ സി വളരെ ദുർബലമാണ്. നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിലെ കടുത്ത ആസിഡിലും ദഹന പ്രക്രിയയിലും പെട്ട് അവയിൽ മിക്കതും ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് നശിച്ചു പോകും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വൈറ്റമിൻ സി സ്രോതസ്സാണ് നമ്മുടെ നെല്ലിക്ക. നെല്ലിക്കയിൽ വൈറ്റമിൻ സി പെട്ടെന്ന് നശിച്ചു പോകാത്ത രീതിയിലാണ് പ്രകൃതി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ കിവി, പേരക്ക, ബെൽ പെപ്പർ, ബ്രൊക്കോളി, സിട്രസ് പഴങ്ങൾ എന്നിവയെല്ലാം മികച്ച വൈറ്റമിൻ സി സ്രോതസ്സുകളാണ്. രാവിലെ ചെറുചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീര് പിഴിഞ്ഞു കുടിക്കുകയോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ സി നൽകുന്നതിനൊപ്പം വിഷാംശങ്ങൾ പുറന്തള്ളാൻ കരളിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ നൂലുകളുമുണ്ട്, വൈദ്യുതിയുമെത്തി, യന്ത്രങ്ങൾ പ്രവർത്തിക്കാനും തുടങ്ങി. ഈ നിർമ്മിച്ച കൊളാജൻ നാരുകളെ തമ്മിൽ ശക്തമായി ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ മുഴുവൻ ഘടനയും ദുർബലമാകും. അവിടെയാണ് കോപ്പർ രംഗത്തേക്ക് വരുന്നത്. കൊളാജൻ നാരുകളെ തമ്മിൽ ശക്തമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയെ ക്രോസ് ലിങ്കിങ് എന്ന് വിളിക്കുന്നു. ഈ ബന്ധിപ്പിക്കലാണ് ചർമ്മത്തിന് വലിവും ശക്തിയും ഇലാസ്റ്റിസിറ്റിയും നൽകുന്നത്. ഈ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന പ്രധാന എൻസൈമാണ് ലൈസൈൽ ഓക്സിഡേസ്. ഇതിന് പ്രവർത്തിക്കാൻ കോപ്പർ ആവശ്യമാണ്. കോപ്പറിനെ ഒരു വെൽഡറായി സങ്കല്പിക്കാം. കൊളാജൻ നാരുകൾ തമ്മിൽ ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കോപ്പർ സഹായിക്കുന്നു. അതുകൊണ്ടാണ് കോപ്പർ കുറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂകളുടെ ഗുണനിലവാരം ബാധിക്കപ്പെടുന്നത്. ചർമ്മം മാത്രമല്ല, രക്തക്കുഴലുകൾ, ടെൻഡനുകൾ, ലിഗമെന്റുകൾ, മറ്റ് കണക്റ്റീവ് ടിഷ്യൂകൾ എന്നിവയും ഇതിന്റെ സ്വാധീനത്തിൽ വരും. അങ്ങനെ നിർമ്മിക്കപ്പെട്ട കൊളാജനെ കോപ്പർ ശക്തമാക്കി. ഇനി അതിനെ സംരക്ഷിക്കണം. അവിടെയാണ് സിങ്ക് വരുന്നത്. സിങ്ക് പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം
കോശങ്ങളിലെ DNA സംരക്ഷണത്തിലും അറ്റകുറ്റപ്പണിയിലും സിങ്ക് പങ്കാളിയാണ്. കോശങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ശരീരത്തിന്റെ സ്വാഭാവിക റിപ്പയറിംഗ് സംവിധാനങ്ങൾക്ക് സിങ്ക് ആവശ്യമാണ്. രണ്ടാമതായി, സിങ്ക് കൊളാജനെ നശിപ്പിക്കുന്ന ചില എൻസൈമുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മെട്രിക്സ് മെറ്റലോ പ്രോട്ടീനേസസ് എന്ന് വിളിക്കുന്ന ഇവയെ ഒരു കത്രികയായി സങ്കല്പിക്കാം. സാധാരണ സാഹചര്യത്തിൽ ഈ കത്രികകൾ ആവശ്യമാണ് പഴയതും കേടുവന്നതുമായ കൊളാജൻ നീക്കം ചെയ്യാൻ. പ്രായമാകുമ്പോൾ ഇവയുടെ പ്രവർത്തനം വർദ്ധിക്കാം. അപ്പോൾ കേടുവന്ന കൊളാജൻ മാത്രമല്ല, നല്ല കൊളാജനും തകരാൻ തുടങ്ങും. സിങ്ക് ഈ കത്രികകളുടെ അമിത പ്രവർത്തനം നിയന്ത്രിച്ച് കൊളാജനെ സംരക്ഷിക്കുന്നു. മൂന്നാമതായി, സിങ്ക് ഫൈബ്രോബ്ലാസ്റ്റുകളുടെ സാധാരണ പ്രവർത്തനത്തെയും ചർമ്മത്തിന്റെ പുനരുജ്ജീവന പ്രക്രിയകളെയും പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് സിങ്കിനെ ഒരു സംരക്ഷണ സംവിധാനത്തിന്റെ ഭാഗമായി കാണാം. ഒരു ഭാഗത്ത് പുതിയ നിർമ്മാണം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് നിലവിലുള്ള ഘടന സംരക്ഷിക്കപ്പെടുന്നു. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. കോപ്പറും സിങ്കും അടങ്ങിയ നല്ല സസ്യാഹാര സ്രോതസ്സുകളിൽ മത്തങ്ങക്കുരു, എള്ള്, കാഷ്യൂനട്ട് പോലുള്ള വിവിധ നട്ട്സുകൾ എന്നിവ ഉൾപ്പെടുന്നു. പണ്ടുള്ളവർ കുടിക്കാനുള്ള വെള്ളം കോപ്പർ പാത്രത്തിൽ നിറച്ചു വെച്ചത് വെറുതെ ആയിരുന്നില്ല. അപ്പോൾ വെൽഡറായി കോപ്പറും ആരും വന്ന് കെട്ടിടം തകർക്കാതെ നോക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായി സിങ്കുമുണ്ട്. നമ്മുടെ ചട്ടക്കൂട് വളരെ ശക്തമായി. പക്ഷേ ചർമ്മത്തിന് ശക്തി മാത്രം പോരാ, മൃദുത്വവും വേണം, ഈർപ്പവും വേണം, ജീവൻ നിറഞ്ഞ ഒരു ഭാവവും വേണം. അവിടെയാണ് അവസാന ഘടകമായ സൾഫർ എത്തുന്നത്. നമ്മൾ പലപ്പോഴും ചർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൊളാജനെ മാത്രം ശ്രദ്ധിക്കുന്നു. പക്ഷേ കൊളാജൻ നാരുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റു ഘടകങ്ങളുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻ. പേര് സങ്കീർണമാണെങ്കിലും ആശയം വളരെ ലളിതമാണ്. ഇവയെ ചെറിയ ജൈവ സ്പോഞ്ചുകൾ എന്ന് കരുതാം. ഈ തന്മാത്രകൾക്ക് വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള അസാധാരണ കഴിവുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യമുള്ള ചർമ്മത്തിന് ആ തുടിപ്പും മൃദുത്വവും ലഭിക്കുന്നത്. ഈ ഘടകങ്ങളുടെ നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും സൾഫർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബ്രൊക്കോളി, കോളിഫ്ലവർ, കാബേജ് പോലുള്ള ഭക്ഷണങ്ങൾ സൾഫർ സംയുക്തങ്ങളുടെ നല്ല ഉറവിടങ്ങളാണ്. ഇവയിലുള്ള സൾഫറോഫേൻ എന്ന ഘടകം ചർമ്മത്തിന് വളരെ ഗുണകരമാണ്. ഈ സൾഫറോഫേൻ കോശങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങളെ ഉണർത്തുകയും കൊളാജനെ സംരക്ഷിക്കാൻ ഒരു കവചം തീർക്കുകയും ചെയ്യുന്നു. തൈറോയിഡ് പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ പച്ചക്കറികൾ വേവിച്ച് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ ചർമ്മ സംരക്ഷണം എന്നത് വില കൂടിയ ക്രീമുകളിലല്ല, മറിച്ച് നമ്മുടെ അടുക്കളയിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 5 ഘടകങ്ങളും അമിനോ ആസിഡുകൾ, വൈറ്റമിൻ സി, കോപ്പർ, സിങ്ക്, സൾഫർ വെവ്വേറെ നിൽക്കുന്നവയല്ല. ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ജീവശാസ്ത്ര ശൃംഖലയാണ്. ഇവയൊന്നും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. വൈറ്റമിൻ സി ഇല്ലാതെ അമിനോ ആസിഡുകൾക്ക് പൂർണ്ണരൂപം പ്രാപിക്കാൻ കഴിയില്ല. കോപ്പർ ഇല്ലാതെ അവയ്ക്ക് ബലം വെക്കില്ല. സിങ്ക് ഇല്ലാതെ അവ വെയിലേറ്റാൽ സംരക്ഷിക്കപ്പെടില്ല. സൾഫർ ഇല്ലാതെ അവയ്ക്ക് ആ സ്പോഞ്ച് പോലെ ജലാംശം നിലനിർത്താൻ കഴിയില്ല. ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് കോശങ്ങൾക്കുള്ളിലായി യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. ഒരു 8 മുതൽ 16 ആഴ്ച വരെ നിരന്തരമായി നിങ്ങളുടെ ഫൈബ്രോബ്ലാസ്റ്റുകൾക്ക് ഈ ഇന്ധനം നൽകിയാൽ ശരിക്കും ശാശ്വതമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ചർമ്മത്തിന്റെ യുവത്വം ഉള്ളിൽ നിന്ന് പടുത്തുയർത്താനുള്ളതാണ്. അവസാനമായി ഒരു ചിന്ത. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ നമ്മുടെ ചർമ്മം ഈ പോഷകങ്ങൾ ലഭിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കൊളാജൻ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിനുള്ളിലെ രക്തക്കോലുകൾക്കും സന്ധികൾക്കും ഇതിനോടകം തന്നെ എത്രമാത്രം ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കോലുകൾക്ക് ഈ പറയുന്ന വൈറ്റമിൻ സിയും കോപ്പറും അമിനോ ആസിഡും ലഭിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പുറമേ കാണുന്ന ചർമ്മം കേവലം ഒരു സിഗ്നൽ മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ യഥാർത്ഥ നിർമ്മാണ സാമഗ്രികൾ നിങ്ങൾ നൽകുന്നുണ്ടോ എന്ന് ഇന്ന് തന്നെ സ്വയം ചോദിക്കുക. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും എത്തിക്കുക.